Alhamdulillah, salatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Bismillahir rahmanir rahim. Inna Allaha wa malaikatahu yusalluna 'alan nabi. Ya ayyuhalladhina amanu sallu 'alaihi wa sallimu taslima. قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. أنت أم أم أبو ما رأينا مثل حسنك قط يا سيدي غير النبي. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, മറ്റു മുതഅല്ലിമീൻ സുഹൃത്തുക്കളെ, നമ്മോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മഹ്റജാനുൽ മഹബ്ബ എന്ന മഹത്തായ വേദിയിലാണ്. അതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹുബ്ബ് റസൂൽ എന്നതിനെ കുറിച്ചാണ്. അവിടുന്ന് സഹാബാക്കളായ ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബാക്കളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചതുപോലെ നമുക്ക് പ്രണയിക്കാൻ കഴിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുക എന്നത് നിർബന്ധമാണ്. അതുപോലെ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, നബിയേ, എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയെയാണ് നബിയേ. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, പോരാ ഉമറേ, പോരാ, അവിടുത്തെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ ആര് എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോഴാണ് ഒരു മുഅ്മിനിന്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, നബിയേ, എങ്കിലിതാ അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയെയും ഉപ്പയെയും ഞാൻ ദണ്ഡമാക്കിയിരിക്കുന്നു നബിയേ. എന്റെ സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട് നബിയേ. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, ഇപ്പോഴാണ് അവിടുത്തെ ഈമാൻ പൂർണ്ണമായത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈമാനും പൂർണ്ണമാവണമെങ്കിൽ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ അല്ലാഹു തആലയുടെ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിലേക്ക് പ്രണയിച്ചാൽ മാത്രമേ അവിടുത്തെ നമ്മുടെ ഈമാനും പൂർണ്ണമാവുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രവാചക സ്നേഹത്തിന്റെ ഒട്ടനവധി ചരിത്രങ്ങൾ നമുക്ക് മുന്നിൽ വഴിത്തിരിവായിട്ട് കാണാം. അതേ ഉഹുദ് യുദ്ധത്തിൽ മുഹമ്മദ് നബി വധിക്കപ്പെട്ടു എന്ന വ്യാജവാർത്ത അറിഞ്ഞുകൊണ്ട് അതാ ഓടിക്കിതച്ചു വരുന്നു സ്വഹാബി വനിത. ആ സ്വഹാബി വനിതയോട് ആരൊക്കെയോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി എന്ന്. അതൊന്നും കാര്യമാക്കാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് ആ സ്വഹാബി വനിത മുന്നോട്ട് നീങ്ങുകയാണ്. കുറച്ചങ്ങോട്ട് പോയപ്പോൾ പിന്നെയും വന്നു. മറ്റൊരാൾ പറഞ്ഞു, നിങ്ങളുടെ മകനും വധിക്കപ്പെട്ടു പോയി എന്ന്. അതും കാര്യമാക്കാതെ ആ സ്വഹാബി വനിത വീണ്ടും മുന്നോട്ട് നീങ്ങി. അപ്പോഴും വന്നു പറഞ്ഞു, നിങ്ങളുടെ മകനും വധിക്കപ്പെട്ടു പോയി എന്ന്. സുബ്ഹാനല്ലാഹ്. അതും കൂടി കേട്ടപ്പോ ആ സ്വഹാബി വനിത വെപ്രാളപ്പെട്ടുകൊണ്ട് വിതുമ്പുന്ന ചുണ്ടുകളോടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയുമോ? എന്റെ പുന്നാര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ ആ പുന്നാര മുത്തിന് എന്തെങ്കിലും പറ്റിയോ? എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുരക്ഷിതനാണോ? ഞാൻ കേട്ട വാർത്ത സത്യമാണോ എന്ന് വെപ്രാളപ്പെട്ടുകൊണ്ട് വിതുമ്പുന്ന ചുണ്ടുകളോടെ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സുരക്ഷിതനാണെന്ന് ആ മറ്റെല്ലാവരും പറഞ്ഞിട്ടും ആ സ്വഹാബിയുനിതാ സ്വയം കണ്ണുകളായി കണ്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് ആ സ്വഹാബിയുനിത അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ സ്വഹാബിയുനിതാ ചെല്ലുകയാണ് ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ അരികത്തിലേക്ക് ആ സ്വഹാബിയുനിത ചെന്ന് പറഞ്ഞു, നബിയേ, അങ്ങ് സുരക്ഷിതരാണെങ്കിൽ മറ്റെല്ലാ ദുരന്തങ്ങളും എനിക്ക് നിസ്സാരമാണ് നബിയേ. സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. തന്റെ എല്ലാമായ ഭർത്താവിനേക്കാളും തന്റെ കൂടപ്പിറപ്പായ സഹോദരനേക്കാളും തന്റെ സ്വന്തം മകനായ കുട്ടിയേക്കാളും കൂടുതൽ പുന്നാര ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ച സ്വഹാബിയുടെ ചരിത്രം ഇതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ കൂട്ടുകാരെ, നമ്മളും പ്രവാചക സ്നേഹമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, നമുക്കും മുത്തുനബിയെ ഇഷ്ടമാണെന്ന് വാചകമടിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പ്രവാചക സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് നാം തന്നെ സ്വന്തം ഒന്ന് മനസ്സിലാക്കി നോക്കൂ. സുഹൃത്തുക്കളെ, തങ്ങൾ എത്രത്തോളം നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നോ. അങ്ങ് ത്വായിഫിന്റെ മണ്ണിൽ വെച്ച് കല്ലേറ് കൊണ്ടത് നമുക്ക് വേണ്ടിയാണ്. തുടങ്ങി ഒരുപാട് വേദനകൾ സഹിച്ചത് ഉമ്മത്തീങ്ങളായ നമുക്ക് വേണ്ടിയാണ്. ആ നമ്മൾ എന്തെങ്കിലും തിരിച്ച് അങ്ങോട്ട് പുന്നാര ഹബീബിന്റെ അടുത്തേക്ക് കൊടുക്കണ്ടേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമിതമായി പ്രണയിക്കണ്ടേ? അതിന് ആ പുന്നാര നബി തങ്ങളെ പ്രണയിക്കണമെന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, ആ ഹബീബിന്റെ ചാരത്തേക്ക് അങ്ങ് ദൂരെ മദീനയിലേക്ക് സ്വലാത്ത് ചൊല്ലിയാൽ മതി. ഒരു ദിവസം 24 മണിക്കൂറുണ്ടായിട്ടും നാം എത്ര സ്വലാത്തുകളാണ് ആ പുന്നാര ഹബീബിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ പുന്നാര ഹബീബിനോട് അടുക്കണമെങ്കിൽ, ആ കൽബൊന്ന് അങ്ങോട്ട് എത്തണമെങ്കിൽ, ആ മദീനയിലേക്ക് ഒന്ന് പോയിട്ട് ആ പുന്നാര ഹബീബിനോട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നൊന്ന് ആ നബി തങ്ങളോട് പറയണമെങ്കിൽ നാം ഒരുപാട് സ്വലാത്ത് ചെല്ലണം. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഏതെങ്കിലും ഒരു പാദയാത്രി ആ പുണ്യ റസൂലിനെ നമ്മുടെ മനാമിൽ കാണാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മത്സരം വരുന്നു. ലെറ്റർ സി. വിഷയം ഹുബ്ബുൻ നബി. വേദിയിൽ ഒരു മത്സരഫലം കൂടി അറിവാകുന്നു. ജാമിയ വാട്ടർ കളറിംഗ്. The third letter H. Nihal Samarkand strikers averaged 6 points. And the second letter J. Sayyid Munawar, a team from Samarkand strikers averaged with 8 points. And the fourth and the strike and the very fast letter D. Salim Bukhara Bulwarks averaged with 10 points. വിജയിലേക്ക് അഭിനന്ദനങ്ങൾ. السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. بسم الله والحمد لله
والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കൾ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മഹർജാനിൽ മഹബ എന്ന മഹത്താക്കപ്പെട്ട വേദിയിലാണ്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി സംബന്ധിക്കുന്ന വിഷയമെന്ന് പറയുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരൽപ്പം നിങ്ങളുമായി സംസാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാം. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞെന്നറിഞ്ഞപ്പോൾ മദീനയിൽ നിന്നും പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പല സഹാബാക്കളും മദീന വിട്ടു പോവുകയാണ്. ആ കൂട്ടത്തിലുണ്ടായ ബിലാൽ തങ്ങളെ എന്റെ പൊന്നാര ഹബീബിനായി മദീനയിൽ ബിലാലിന് നിൽക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ തങ്ങൾ മദീന വിട്ട് ഷാമിലേക്ക് പോവുകയാണ്. ഷാമിലെത്തി ഏതാനും ദിവസങ്ങൾക്കുറപ്പുറം ബിലാൽ തങ്ങളുടെ കിനാവിലേക്ക് കടന്നു വരുന്നു. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന് കൊണ്ട് ചോദിക്കുകയാണ്, എന്നെ മറന്നോ ബിലാലെ? എന്നെ ഞാൻ എന്ത് വിശ്രമം കൊള്ളുന്ന മദീനയിൽ താങ്കളെ കാണുന്നില്ല. ആ ഉറക്കിൽ നിന്നും ബിലാൽ തങ്ങൾ വെട്ടിയോടുകയാണ്. ആ പാതിരാവിലെ ഇരവുകളെ മുറിച്ചു മാറ്റി ഹബീബിന്റെ ആശിഖീൻ ആഗ്രഹിക്കുന്ന ദർബാറിലേക്ക് ബിലാൽ തങ്ങൾ രാത്രി തന്നെ പുറപ്പെടുകയാണ്. മദീനയിലെത്തി വിരാടങ്ങള് തങ്ങളുടെ കബറിന്റെ ചാരിക്കുന്നത് ഒരു കൊച്ചു കൊട്ടി തേങ്ങിക്കരയുന്നത് പോലെ തേങ്ങിക്കരയുകയാണ്. ആ സമയത്ത് ബിലാൽ തങ്ങളുടെ തോളിലേക്ക് രണ്ട് കരങ്ങൾ നിന്ന് പറയുകയാണ്. ആരാണെന്ന് നോക്കുമ്പോ ഹബീബിന്റെ പേരമക്കളായ ഹസൈൻ ഹുസൈൻ ഒന്നാകുവാണ്. അവരിൽ നിന്നും ചോദിക്കുകയാണ്, ഉള്ളപ്പോൾ കേട്ട വാക്കാണ്. അന്ന് അവിടെ നിന്നും ബാങ്ക് വിളിക്കുമോ ബിലാൽ? ആദ്യം സമ്മതിച്ചെങ്കിലും ഹബീബിന്റെ പേരമക്കളുടെ ബാക്കിനെ തട്ടാൻ ബിലാൽ തങ്ങൾക്ക് സാധിക്കുന്നില്ല. മദീന പള്ളിക്ക് മുകളിൽ കയറിക്കൊണ്ട് ബിലാൽ തങ്ങൾ വാക്ക് വിളിക്കുമ്പോൾ മദീന നിവാസികൾ ഹബീബിന്റെ കാലത്ത് ഭാഗം കേട്ട് സ്ത്രീകളെന്നില്ല, കുട്ടികളെന്നില്ല, വൃദ്ധരെന്നില്ലാതെ മുതിർന്നവരെന്നില്ലാതെ മദീന പള്ളി ലക്ഷ്യമാക്കിക്കൊണ്ട് വരികയാണ്. മദീന പള്ളി ലക്ഷ്യമാക്കിക്കൊണ്ട് വരികയാണ്. ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു തുടങ്ങിയിരുന്നോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്തത് വിളിക്കാൻ പോകുന്നത് തന്റെ പൊന്നാര നബി ഹബീബിന്റെ പേരാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ ഹബീബിന്റെ പേര് കിട്ടുന്ന സമയത്ത് ചുട്ടുകൊള്ളുന്ന ബലവാമിൽ കേട്ട് ഉമയ്യത്തും സംഘവും പീഡിപ്പിക്കുമ്പോ രക്ഷകനാകാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിന്റെ ഘോഷയാത്രത്തിന്റെ ബിലാൽ തങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ ഭാഗങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവിടെ ബോധരഹിതരായി വീഴുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബിലാൽ തങ്ങൾ പ്രണയിച്ചതുപോലെ എത്താൻ സാധിച്ചില്ലെങ്കിലും ഹബീബിനെ പ്രണയിച്ചുകൊണ്ട് ആ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഹബീബിനെ പ്രണയിച്ച മുസല്ലല്ലാഹുവിനെ അറിയില്ല. ഇതിന്റെ രണാങ്കത്തിലേക്ക് തങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട അമ്പുകളും വെട്ടുകളുമെല്ലാം സ്വന്തം ശരീരം പരിചയമാക്കിക്കൊണ്ട് ആ ജീവൻ വെളിഞ്ഞ സഹാബേ ഇതിന്റെ രണാങ്കത്തിൽ മുത്തുനബിയുടെ മുൻപല്ല് പൊട്ടിയപ്പോൾ തന്റെ മുഴുവൻ പല്ലുകളും പൊട്ടിയടിച്ച് മുത്തുനബിയുടെ പല്ല് പൊട്ടിയെങ്കിൽ ഇത് ഒരേസിനൊരൊറ്റ പല്ലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുഴുവൻ പല്ലുകളും പൊട്ടിയടിച്ച മഹാനാണ് ഓയസിൽ പറഞ്ഞേ.
ഇന്ന് ലോകം മുഴുവൻ പ്രണയത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തെ ചീന്തലിന്റെ മുഴുവൻ പ്രണയം സങ്കല്പങ്ങൾക്കും തീർത്തേക്ക് പ്രഖ്യാപിച്ച് സ്നേഹിച്ച ഹൃദയം കൊടുത്ത സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മുതാലിമുകളെ, എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന പ്രണയത്തിന്റെ അനുസരനായ കാമുകൻ അത് മുഹമ്മദ് തങ്ങളാണ്. മഹിഷറ മണ്ണിനോട്ട് മഹിഷറ മണ്ണിൽ തലക്കുമേൽ ഉയർപ്പിക്കുമ്പോൾ ഒരു വർഷത്തിൽ നിന്നും സ്വർഗമെന്ന മഹാ അത്ഭുതം മാടി മാടി വിളിക്കുമ്പോൾ ഒരു വിഷയത്തിൽ നിന്നും സ്വർഗമെന്ന മഹാകഠിനമായ ശിക്ഷ നോക്കി ഭയപ്പെടുത്തുമ്പോൾ നിന്റെ ഉപ്പയും അമ്മയും നീ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ നിന്റെ മക്കളും സിറാത്തെന്ന പാലം കിടക്കുന്നത് നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അവിടെയും നിനക്ക് രക്ഷകനാകുന്നത് അത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് തങ്ങളെ പ്രണയിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സാഫിയത്ത് നൽകട്ടെ. പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മത്സരം തുടരുന്നു. വരുന്നു ലെറ്റർ ബി. വിഷയം ഖുർആൻ, ധാർമ്മിക മൂല്യങ്ങളുടെ സമാഹാരം.